ഈശോയെ സ്നേഹമുള്ളവരെ, ഇന്ന് സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ ജെറൂസലം ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗമാണ് നമ്മളിന്ന് മനസ്സിലാക്കുക. പെസഹ തിരുനാൾ ആഘോഷിക്കാൻ ഈശോ ജെറൂസലം ദേവാലയത്തിലേക്ക് പോയത് നമ്മൾ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 12-ഉം 13-ഉം അധ്യായങ്ങളിൽ എപ്രകാരം പെസഹ ആഘോഷിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈശോ ജെറൂസലത്തേക്ക് പോകുന്നു. ജെറൂസലം നമുക്കറിയാം, ഒരു മലമുകളിലുള്ള പട്ടണമാണ്. ഗോയിങ് അപ് ടു ജെറൂസലം എന്നാണ് പറയുക. നാം ഇന്ന് സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഈ ചിന്ത തന്നെയാണ്. പള്ളിക്കൂദാശ കാലത്തിലാണ് നാം ദേവാലയത്തിലേക്ക് ഏറെ പ്രാവശ്യം പോകുന്നവരാണ് നാം. ഈശോ ജെറൂസലത്തേക്ക് പോയതുപോലെ നമുക്കും ഈ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? ഗോയിങ് അപ് ടു ജെറൂസലം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, ഈ ലോകത്തിൻ്റേതായ ബന്ധനങ്ങളിൽ നിന്നും ഒന്ന് ഉയർന്ന് ചിന്തിക്കുവാനും ദേവാലയത്തിൻ്റെ ആ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും അമിത പരിചയം, ദേവാലയവുമായിട്ട് നമ്മൾ നിത്യമായി ഇടപഴകുന്നവരാണ്. അപ്പോൾ ഈ അമിത പരിചയം ചിലപ്പോൾ അവജ്ഞയുണ്ടാക്കുമെന്ന് പറയുന്നത് പോലെ ദേവാലയത്തിൻ്റെ പ്രാധാന്യവും പരിശുദ്ധിയും ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു കളയുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് എപ്പോഴും എത്തി നിൽക്കുന്ന ഒരു മനോഭാവമാകണം ദേവാലയവുമായി നമ്മളെ ബന്ധപ്പെടുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ജെറൂസലം ദേവാലയത്തിലെ വിജാതീയരുടെ സ്ഥലം എന്ന് അറിയപ്പെട്ടിരുന്ന കോർട്ട്യാർഡ് ഓഫ് ജെൻറ്റൈൽസ് എന്ന ആ ഭാഗത്ത് നടന്നിരുന്ന കച്ചവടമാണ്. ആടുമാടുകളും നാണയമാറ്റക്കാരുമൊക്കെ അവിടെ കടന്നു വന്നിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈജിപ്തിലും റോമിലുമൊക്കെയുള്ള യഹൂദന്മാർ ജെറൂസലത്തേക്ക് തീർത്ഥാടനത്തിന്, പെസഹ ആഘോഷത്തിനായിട്ട് കടന്നു വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും റോമിൻ്റെ നാണയങ്ങൾ ഇവിടെ മാറ്റേണ്ടതുണ്ട്. കാരണം റോമിലെ നാണയത്തിന് സീസറിൻ്റെ തലയാണ്, ആ പടമാണുള്ളത്. അത് മാറ്റണം. അത് സ്വീകാര്യമല്ല ജെറൂസലം ദേവാലയത്തിൽ. അകലെ നിന്ന് വരുന്നവർക്ക് ഊനമറ്റ ബലിമൃഗങ്ങളെ കൊണ്ടുവരിക സാധ്യമല്ല. അതിനുള്ള സംവിധാനവും പ്രകാരം ചെയ്തു. പക്ഷേ ഇത് കെദ്രോൺ താഴ്വരയിലാണ് ഇതൊക്കെ നടന്നിരുന്നത്. കയ്യാപ്പാസിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഇത് ഈ വിജാതീയരുടെ, ജെറൂസലം ദേവാലയത്തിൻ്റെ വിജാതീയരുടെ അങ്കണത്തിലേക്ക് ഇതൊക്കെ മാറ്റിയത് എന്ന് യഹൂദ ചരിത്രകാരന്മാർ തന്നെ പറയുന്നു. അതുകൊണ്ട് ഈശോ ഇവരെല്ലാം മാറ്റി പുറത്താക്കിയപ്പോൾ കുറേ യഹൂദന്മാർക്ക് അതിനോട് അനുകൂല നിലപാടായിരുന്നു എന്നും പറയുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ മനസ്സിലാക്കുക, ഈശോ പിശാചിനെ പുറത്താക്കുന്ന അതിന് സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, എക്സ് ബാലൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് ഓടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിഷേധാത്മകമായ ചിന്തകളാകാം, പ്രതികാര ചിന്തകളാകാം, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന മനോഭാവങ്ങളാകാം, ധനമോഹവും അതിൻ്റെ ആർത്തിയുമാകാം, ജഡിക ആസക്തികളാകാം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളെല്ലാം നിൻ്റെ മനസ്സിൽ നിന്ന്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൂരെ അകറ്റാൻ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോഴാണ് നിൻ്റെ മനസ്സ്
ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ദേവാലയമാകുക. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ഈ ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. ഭവനം എന്നുള്ള വാക്ക് ഭവിക്കൽ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ഭവനം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഭവിക്കുന്നത്, എവിടെയാണ് ആയിത്തീരുന്നത്, ബിക്കമിങ്, അതാണ് ഭവനം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ജനിക്കുന്ന സ്ഥലത്തിനും ഭവനം എന്ന് പറയുന്നു. അപ്പോൾ ഭവനം എന്നുള്ള വാക്ക് നമ്മൾ ജനിക്കുന്നതും ആയിത്തീരുന്നതും ഒക്കെ അർത്ഥം ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണ്, വളരെ മനോഹരമായ വാക്കാണ്. ദൈവത്തിൻ്റെ ഭവനം, ദേവാലയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നാം ആയിത്തീരുന്ന ആ ഒരു സ്ഥലമാണ് ദേവാലയം. അപ്പോൾ ഈ ദേവാലയം പള്ളിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. എൻ്റെ ഹൃദയം ദേവാലയമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയവും എൻ്റെ വ്യക്തിജീവിതവും എൻ്റെ ശരീരവും ദേവാലയമാണ്. എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന വീട്, അത് ശരിക്കും ഭവനമാകണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭവിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. ആ ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 3 ചിന്തകളും നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ദേവാലയ ശുദ്ധീകരണം, ദേവാലയ മഹത്വീകരണം, ഇതൊക്കെ അർത്ഥമാക്കുന്ന പള്ളിക്കുദാശ കാലത്തിൻ്റെ ആ അരൂപിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഈശോ ജെറൂസലം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നതുപോലെ ആ ജെറൂസലം പട്ടണത്തിലേക്ക് നടന്നു കയറിയതുപോലെ നമുക്കും ഒരു നടന്നു കയറൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുണ്ടാകട്ടെ. ഒപ്പം തന്നെ പിശാചിനെ കർത്താവ് പുറത്താക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മിൽ നിന്ന് നിഷേധാത്മകമായ ചിന്തകളും വിചാരങ്ങളും മാറ്റിക്കളയാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയവും നമ്മുടെ വീടും നമ്മുടെ ദേവാലയവും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുനിമിഷവും നടക്കുന്ന, നിറവേറ്റപ്പെടുന്ന സ്ഥലങ്ങളായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.